എയർടെൽ പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായതിനാൽ അത് കണ്ടിട്ട് നിരവധി ആളുകൾ ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പരസ്യത്തിൽ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് ആണ്, അതുപോലെ തന്നെ നോ ഹിഡൻ ചാർജസ്, അതേപോലെ തന്നെ നമുക്ക് 6.5% പലിശ എന്നൊക്കെ കണ്ടായിരിക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും പലതരത്തിലുള്ള സർവീസ് ചാർജുകളും എടുത്ത് തുടങ്ങുക. അപ്പോഴായിരിക്കും ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. നമ്മൾ അക്കൗണ്ടിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ജസ്റ്റ് പരസ്യം മാത്രം കണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. പരസ്യത്തിൽ അവരെങ്ങനെ 0 ബാലൻസ് അക്കൗണ്ട്, നോ ഹിഡൻ സർവീസ് ചാർജ് എന്നൊക്കെ പറയും. സത്യത്തിൽ സർവീസ് ചാർജ് ഒന്നും ഹിഡൻ അല്ല. അവരുടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ പേജിൽ എല്ലാ സർവീസ് ചാർജും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് നോക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ 0 ബാലൻസ് അക്കൗണ്ട് ആണ്, പ്രത്യേകിച്ച് ഇത്ര രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പല സർവീസ് ചാർജുകളുണ്ട്, ഇൻക്ലൂഡിങ് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഒക്കെ വരുന്നു. ഓരോ 3 മാസം കൂടുമ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു 6 മാസത്തേക്ക് അക്കൗണ്ടിൽ യാതൊരുവിധ ട്രാൻസാക്ഷനും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ അവരുടെ ആ ഒരു പലിശ ആണെങ്കിലും നമുക്ക് നമ്മളുടെ കംപ്ലീറ്റ് എമൗണ്ടിന് 6.5% പലിശ കിട്ടില്ല. അതിനും ചെറിയ കണ്ടീഷനൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത പലർക്കും എങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് അറിയില്ല. സോ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം? അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൾ ചെയ്യുക. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. അതാണ് കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡും അതായിരിക്കും. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കും. ആ ഒരു മെയിൽ ഐ ഡിയിൽ നിന്നും, ആ ഒരു രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിൽ നിന്നും ഈ ഒരു എയർടെലിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് മെയിൽ ഐ ഡി ഞാൻ മെയിൽ ഐ ഡി സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിൽ നിന്നും ഒരു മെയിൽ അയക്കുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട്. ഒരു ക്ലോസിംഗ് ഫോമൊക്കെ ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർ ഉണ്ടാക്കി തരും. ആ ഒരു മെസ്സേജ് ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങളുടെ ആ ഒരു മെയിലിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കണം അയക്കേണ്ടത്. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു റീസൺ കൂടി മെൻഷൻ ചെയ്യുക. സർവീസ് ചാർജ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൂടി കൊടുക്കുക. അങ്ങനെ ഒരു മെയിൽ അയച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത് നമുക്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന് ബാങ്കിങ് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് തൊട്ടടുത്തൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ വെബ്സൈറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു പേയ്മെന്റ്സ് ബാങ്കിന്റെ ഒരു സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പിൻകോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ പോയിന്റ് അറിയാനായിട്ട് സാധിക്കും. എല്ലാ സർവീസ് പോയിന്റിലും നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവരുടെ ഒരു വെബ്സൈറ്റിൽ ഓരോ പോയിന്റിലും എന്തൊക്കെ സേവനം കിട്ടുമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസ് പോയിന്റ് ആണെങ്കിൽ സർവീസ് പോയിന്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഈ പറഞ്ഞ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ പലിശയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാരിഫിക്കേഷൻ ആണ്. നമുക്ക് പരസ്യത്തിൽ നമുക്ക് 6.5% പലിശയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പലരും തിങ്ക് ചെയ്യുന്നത് ഈ ഒരു 6.5% എന്നുള്ളത് മന്ത്ലി ഇൻട്രസ്റ്റ് ആണെന്നാണ്. പക്ഷെ അത് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ കംപ്ലീറ്റ് എമൗണ്ടിനും ഈ ഒരു പലിശ ആയിരിക്കില്ല കിട്ടുന്നത്. നമ്മുടെ അക്കൗണ്ടിലുള്ള 1 ലക്ഷം രൂപ വരെയുള്ള ബാലൻസിന് നമുക്ക് 1.5% പലിശ ആയിരിക്കും കിട്ടുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എമൗണ്ടിന് മാത്രമേ നമുക്ക് ഇവർ ഈ പരസ്യത്തിൽ കാണിക്കുന്ന 6.5% വാർഷിക പലിശ കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം ഓർക്കുക. ഇനി ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ള എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ ആ ഒരു പോയിന്റ്, എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള വെബ് പേജ് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പിൻകോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു പോയിന്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് താഴെയായിട്ട് ആ ഒരു ഓരോ പോയിന്റിലും എന്തൊക്കെ സർവീസ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്തൊക്കെ സർവീസ് ഓഫർ ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ചില പോയിന്റിലേക്ക്, ചില ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ പോയിന്റ്സിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് 6 മാസത്തിൽ കൂടുതൽ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാതെ 0 ബാലൻസ് അക്കൗണ്ട് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ വേറെ ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് മിസ്യൂസ് ഒഴിവാക്കാനായിട്ട് അക്കൗണ്ട് ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോകും. അത് പീരിയോഡിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ്. ഒരു സേഫ്റ്റി പർപ്പസിന്
പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണം, ആ ഒരു സ്റ്റാറ്റസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പോയിന്റിൽ നമ്മൾ വിസിറ്റ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ കാണിച്ച ഒരു പേജ് എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് പോയിന്റ് കണ്ടെത്താം. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ vcare@airtelbank.com എന്ന് പറഞ്ഞ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മളുടെ ഡോക്യുമെൻറ്റ് ലൈക്ക് നമ്മളുടെ ഫസ്റ്റ് 8 ഡിജിറ്റ് മാസ്ക്ഡ് ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ് ലേറ്റസ്റ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു നോൺ യൂസേജ് ലെറ്റർ, ഇത്ര അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും നമുക്ക് ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് നമുക്ക് ആ സ്റ്റേജിൽ നിന്നും ആക്റ്റീവ് സ്റ്റേജിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മറ്റു ഷെഡ്യൂൾ ഓഫ് ചാർജസ് നോക്കാം. ഒന്നാമത്തെ ഒരു ചാർജായിട്ട് അവർ പറയുന്നത് പെർ ഇയർ 200 രൂപ പ്ലസ് GST ഒരു ചാർജ് പറയുന്നുണ്ട്. വിത്ത് നോ ഹിഡൻ, മറ്റു ചാർജോ കാര്യങ്ങളൊന്നുമില്ല, നോ മിനിമം ബാലൻസ് റിക്വയർഡ്. പക്ഷേ ഈ പറഞ്ഞ 200 രൂപ പ്ലസ് GST എല്ലാ വർഷവും കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചാർജാണ് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ്. ഇത് നമ്മൾ അക്കൗണ്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല എങ്കിലും കൊടുക്കണം. ചിലരൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് എന്തെങ്കിലും സർവീസ് ചാർജ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ചാർജ് കൊടുക്കണം. അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 3 മാസം കൂടുമ്പോഴും 50 രൂപ പ്ലസ് GST, അതായത് 50 രൂപയുടെ 18% അത്രയാണ് ഓരോ 3 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ്. പിന്നെ നമ്മൾ അക്കൗണ്ട് മറ്റേ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ള പെൻഷൻ അല്ലെങ്കിൽ സബ്സിഡിയൊക്കെ സ്വീകരിക്കാനായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ലാസ്റ്റ് 6 മന്തിൽ അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ വഴി അങ്ങനെയുള്ള എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് 25 രൂപ പ്ലസ് GST കൊടുത്താൽ മതിയാകും ഓരോ 3 മാസം കൂടുമ്പോഴും. പിന്നെ ബാങ്കിങ് പോയിന്റ് വഴി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തേക്ക് ഈ ഒരു അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഇല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. പിന്നെ മൈനർ അക്കൗണ്ട് ആണെങ്കിൽ ആദ്യത്തെ 1 വർഷത്തേക്ക് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഇല്ല. സോ ഇതാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ്. പിന്നെ സാലറി അക്കൗണ്ട് ആണെങ്കിൽ സാലറി അക്കൗണ്ട് കൺവീനിയൻസ് ചാർജ് വരുന്നുണ്ട് ഓരോ ക്വാർട്ടറിലും, അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും 21 രൂപ 19 പൈസ പ്ലസ് GST, അതായത് 18% GST ആണ് സാലറി അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ വരുന്ന കൺവീനിയൻസ് ചാർജ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ട് ഫെസിലിറ്റേഷൻ ചാർജാണ്, ASC ചാർജ് എന്ന് പറയും. അത് നമ്മൾ ബാങ്കിങ് പോയിന്റ് വഴി ആണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിലാണ് ഈ ഒരു 100 രൂപ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞ ചാർജ് ഈടാക്കുക. നമ്മൾ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് വരുന്നില്ല. പിന്നെ SMS ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പെർ SMS-ന് 35 പൈസ പ്ലസ് GST ആണ് ഒക്ടോബർ 25 മുതൽ വരുന്നത്. മൈനർ അക്കൗണ്ട് ആണെങ്കിൽ ആദ്യത്തെ 1 വർഷത്തേക്ക് ഈ ഒരു SMS അലർട്ട് ചാർജ് വരുന്നില്ല. പിന്നെ അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഒക്ടോബർ 1 മുതൽ മാക്സിമം ഒരു മാസം ഈടാക്കുന്ന SMS അലർട്ടിന് ആയിട്ട് ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 75 രൂപ വരെയാണ്. പിന്നെ നമുക്ക് ഒരു മാസം കിട്ടുന്ന ഫ്രീ SMS-ന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അത് നേരത്തെ 5 ആയിരുന്നു, അത് 10 ആക്കി മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ 1 മുതൽ. അപ്പോൾ 10 മെസ്സേജ് സൗജന്യമാണ്. അത് കഴിഞ്ഞാലായിരിക്കും ഈ പറഞ്ഞ ചാർജ് ഈടാക്കുക ഓരോ SMS-ന് 35 പൈസ വെച്ച്. പിന്നെ ചില കാറ്റഗറിയിലും നമുക്ക് ഈ ഒരു അലർട്ട് ചാർജ് എടുക്കുകയില്ല. ഡോർമെൻ്റ് അക്കൗണ്ട് ഹോൾഡറാണ്, അപ്പോൾ അതുപോലെ തന്നെ സാലറി റെസിപ്പിയൻ്റ് ആണെന്ന് എന്നിങ്ങനെയുള്ള ഈ കാണുന്ന കാറ്റഗറിയിലൊന്നും നമുക്ക് ഈ പറഞ്ഞ SMS അലർട്ട് ചാർജ് എടുക്കുകയില്ല. മറ്റു സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്നത് നമുക്ക് 25,000 രൂപ വരെ സൗജന്യമാണ്. 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെ ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ 0.5%, 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ 0.75% ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് ഈടാക്കും. ക്യാഷ് വിഡ്രോവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം മൊത്തത്തിൽ 10,000 രൂപ വരെയുള്ള വിഡ്രോവൽ സൗജന്യമാണ്. 10,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ വിഡ്രോവൽ എമൗണ്ടിൻ്റെ 0.65% ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ടു എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിലും മൊബൈൽ ആപ്പ് വഴിയാണെങ്കിലും USSD വഴിയാണെങ്കിലും സൗജന്യമാണ്. അതേപോലെ തന്നെ MPS ഉപയോഗിച്ച് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ടു അതർ ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് മൊബൈൽ ആപ്പ് വഴിയും USSD വഴിയും സൗജന്യമാണ് ഫണ്ട് ട്രാൻസ്ഫർ. പിന്നെ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം ക്യാഷ് ഡെപ്പോസിറ്റ് എമൗണ്ട് 10 രൂപയാണ്. പിന്നെ മിനിമം ക്യാഷ് വിഡ്രോവൽ എമൗണ്ടും 10 രൂപയാണ്. പിന്നെ മിനിമം എമൗണ്ട് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ മിനിമം എമൗണ്ട് മൊബൈൽ ആപ്പ് വഴി 10 രൂപയാണ്. പിന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ പെർ ട്രാൻസാക്ഷൻ 25,000 രൂപയാണ്. പിന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ ഇൻ എ മന്ത് നമുക്ക് 5 ലക്ഷം രൂപ വരെയാണ് മാക്സിമം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക മൊത്തത്തിൽ. പിന്നെ മാക്സിമം സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,97,000 രൂപ വരെയാണ്. പിന്നെ പെർ ഇയറിൽ നമുക്ക് മാക്സിമം അലോ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ വരുന്നത് 40,000 വരെയാണ്. 40,000 ട്രാൻസാക്ഷനാണ് നമുക്ക് ഒരു വർഷം നടത്താനായിട്ട് സാധിക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്താൻ സാധിക്കുന്ന ദിവസം നടത്താൻ സാധിക്കുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് 15 ട്രാൻസാക്ഷനാണ്. പിന്നെ നിങ്ങൾ പാൻ ഉപയോഗിച്ചല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്, പാൻ ആഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം മാക്സിമം ആഡ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപ വരെയാണ്. പിന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ ഒരു അക്കൗണ്ടിലേക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കാൻ സാധിക്കുന്നത് നമുക്ക് പെർ മന്ത് 10,000 രൂപ വരെയാണ്. പിന്നെ പാൻ രജിസ്റ്റേർഡ് കസ്റ്റമർ
ആണെങ്കിൽ നമുക്ക് ഒരു മാസം നടത്താൻ സാധിക്കുന്ന മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപ വരെയാണ്. പിന്നെ വിത്തൗട്ട് പാൻ ആണെങ്കിൽ നമുക്ക് മന്ത്ലി അക്കൗണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറയുന്നത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപ വരെയാണ്. സോ ഇതൊക്കെയാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജുകൾ. ഇനി വാലറ്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് വരുന്നില്ല. അതുപോലെ തന്നെ ഫണ്ട് ലോഡിംഗ് ചാർജ് വരുന്നത് ഇപ്പോൾ UPI വഴിയൊക്കെ ആണെങ്കിൽ ചാർജ് വരുന്നില്ല. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ലോഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.18% പ്ലസ് GST ചാർജ് വരും. പിന്നെ വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ ചാർജ് വരുന്നില്ല. വാലറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചാർജ് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 3% പ്ലസ് GST ആണ്. പിന്നെ നമുക്കിപ്പോൾ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വാലറ്റിൽ നമ്മൾ ലാസ്റ്റ് 3 കലണ്ടർ മന്തായിട്ട് ട്രാൻസാക്ഷൻ ഒന്നും നടത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വാലറ്റ് മെയിൻ്റനൻസ് ചാർജായിട്ട് 20 രൂപ പ്ലസ് GST എടുക്കുമായിരുന്നു. എന്നാൽ നവംബർ 10 മുതൽ അത് റിമൂവ് ആയിട്ട് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു വാലറ്റ് ചാർജ് എടുക്കുകയാണ്. ജനുവരി 1 മുതലാണ് ഈ ഒരു ചാർജ് എടുത്ത് തുടങ്ങുക. 2026 ജനുവരി 1 മുതൽ നമ്മൾ ഒരു വർഷം 75 രൂപ പ്ലസ് GST ഈ ഒരു വാലറ്റ് മെയിൻ്റനൻസ് ചാർജായിട്ട് കൊടുക്കണം. അത് ഓരോ ക്വാർട്ടറിലും 18 രൂപ 75 പൈസ പ്ലസ് GST എന്ന രീതിയിൽ നമ്മുടെ വാലറ്റിൽ നിന്നും ഈടാക്കും. പിന്നെ നമുക്ക് ഈ ഒരു എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും. പക്ഷേ വെർച്വൽ ആണെങ്കിൽ കൂടി അതിൻ്റെ ചാർജാണ്. വെർച്വൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത് 50 രൂപ പ്ലസ് GST. നമ്മൾ എല്ലാ വർഷവും ഈ ഒരു വെർച്വൽ കാർഡിന് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ അത് ചാർജബിൾ ആണ്. ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത് ഇഷ്വൻസ് പ്രൈസ് വരുന്നത് 349 രൂപയാണ്. പിന്നെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അത് 199 രൂപയാണ്. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജും കൊടുക്കണം. 299 രൂപയാണ് ആനുവൽ ചാർജായിട്ട് ഡെബിറ്റ് കാർഡിന് ഈടാക്കുക. ഇനി ഒരു ATM ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതർ ബാങ്കിൻ്റെ മെട്രോ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം 3 ട്രാൻസാക്ഷനാണ് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ എന്ന രീതിയിൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുക. ഇനി അതർ ബാങ്കിൻ്റെ നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ക്യാഷ് വിഡ്രോവലേക്കാണെങ്കിൽ 21 രൂപ പ്ലസ് GST. നമുക്ക് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതായത് ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 9 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നമ്മൾ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഒരു യൂസേജ് ഫീസ് ഒക്ടോബർ 31 മുതൽ ആപ്ലിക്കബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2.24% ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 2.24% നമ്മൾ ചാർജായിട്ട് കൊടുക്കണം. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 1.18%, നെറ്റ് ബാങ്കിങ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2.24% നമ്മൾ ഒരു യൂസേജ് ഫീസായിട്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ റീചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതും ഒക്ടോബർ 1 2025 ഒക്ടോബർ 31 മുതൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ജിയോ അതുപോലെ തന്നെ വോഡഫോൺ ഐഡിയ BSNL ആൻഡ് MTNL നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2.24%, ഡെബിറ്റ് കാർഡ് വഴിയാണെങ്കിൽ 1.18%, നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ 2.24% ഒരു യൂസേജ് ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകുന്ന രീതിയിൽ ഈ മാൻഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലമൊക്കെ ആ ഒരു മാൻഡേറ്റ് ഫെയിലായി കഴിഞ്ഞാൽ 50 രൂപ പെർ ഫെയിലിയറിന് ചാർജ് ഈടാക്കും. നിങ്ങൾ ഈ ഒരു എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി